രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വാദങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണല്ലേ. കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഈ പരാതി കൊടുത്ത യുവതിക്കെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം അത് വിവാഹബന്ധം മറച്ചുവെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി യുവതി അടുത്തത് എന്നാണ് ഈ രാഹുൽ അനുകൂലികളൊക്കെ വാദമായി നിർത്തിയത്. പക്ഷേ ആ വാദം കഴിഞ്ഞ ദിവസം തന്നെ പൊളിഞ്ഞിരുന്നു. ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയതോടുകൂടി രാഹുൽ തന്നെ പറയുന്നുണ്ട്, രാഹുലിനെ യുവതി പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ്. ഈ യുവതി വിവാഹിതയാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നാണ് രാഹുൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ഒരു പല മൊഴികൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് മുന്നിലേക്ക് ഈ വിവരങ്ങൾ വരുന്നത്. രാഹുലിനെ യുവതി പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് എന്നുള്ള വിവരം വരുന്നുണ്ട്. അപ്പോൾ ആ വാദങ്ങളൊക്കെ പൊളിയുന്നുണ്ട്. ജിബിൻ ജേബിയാണ് വിവരങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മാതൃഭൂമി ന്യൂസിലായാലും ഇതിന് മുൻപത്തെ ദിവസം സൂപ്പർ പ്രൈം ടൈമിൽ ഉൾപ്പെടെ ഈ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിരൂക്ഷമായിട്ട് വാദിച്ച് മുന്നിലേക്ക് വെച്ചൊരു കാര്യം ഇത് തന്നെയായിരുന്നു. വിവാഹബന്ധം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി യുവതി അടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ആ വാദങ്ങൾ ശരിക്കും പൊളിച്ച് കയ്യിൽ തന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യ ഹർജിയിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത്? ഈ യുവതി മൊഴി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലൂടെ പുതിയതായിട്ടുള്ള വിവരങ്ങൾ മറ്റും നമുക്ക് ലഭിക്കുന്നുണ്ടോ? പൂജ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അനുയായികളുടെ വാദം പൊളിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് രാഹുൽ കഴിഞ്ഞ ദിവസം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നാണ് രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഭർത്താവിൻ്റെ ഉപദ്രവങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് തങ്ങൾ ആദ്യം പരിചയപ്പെടുന്നതെന്നും ആ പരിചയമാണ് പിന്നീട് സൗഹൃദത്തിലേക്ക് മാറിയതെന്നും അത് പിന്നീട് ലൈംഗിക ബന്ധത്തിലെത്തിയെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം നൽകിയ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതായത് പെൺകുട്ടിയുടെ മൊഴിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചെന്നു. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി വായിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങൾ പൊളിയുന്നത്. അതായത് പെൺകുട്ടി 2024 ഓഗസ്റ്റിലാണ് വിവാഹിതയാകുന്നത്. ഒരു മാസക്കാലം മാത്രമാണ് ആ ബന്ധം നീണ്ടു നിന്നത്. 4 ദിവസം മാത്രമേ അവർ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളൂ എന്നാണ് പെൺകുട്ടി ഈ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരിചയപ്പെടുന്നത് ഈ ഓഗസ്റ്റിൽ വിവാഹം കഴിഞ്ഞ് തങ്ങൾ വേർപിരിഞ്ഞതിന് ശേഷം ഏകദേശം 5 മാസത്തോളം കഴിഞ്ഞ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരിചയപ്പെടുന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയിലുള്ളത്. ഈ ബന്ധമാണ് പിന്നീട് വളർന്നതെന്നും പറയുന്നു. അതുമാത്രമല്ല, താൻ വിവാഹിതയായിരുന്നു എന്നുള്ള കാര്യം ആ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറിയിച്ചിരുന്നു. തങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നുള്ള കാര്യം MLAക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നും ആ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ MLAക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉയർന്നതിന് പിന്നാലെ MLA അനുകൂലിക്കുന്നവർ ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തിപ്പിടിച്ച ഒരു വാദമെന്ന് പറയുന്നത് താൻ വിവാഹിതയാണ് എന്നുള്ള ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടി MLA പരിചയപ്പെട്ടതും അവർ സൗഹൃദം സ്ഥാപിച്ചതും പിന്നീട് ഈ ഒരു ബന്ധത്തിലേക്ക് എത്തിയതും എന്നുള്ള ഒരു കാര്യമാണ് പലരും പറയുന്നത്. പക്ഷേ ആ വാദങ്ങളെല്ലാം പൊളിയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും കോടതിയിൽ വക്കീൽ മുഖേന സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിലുള്ളതും. മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി തന്നെ ആദ്യഘട്ടം മുതൽ പെൺകുട്ടിക്ക് പരാതിയില്ലല്ലോ എന്നുള്ളൊരു വാദം കൂടി ഉയർത്തിയിരുന്നു. പക്ഷേ പെൺകുട്ടി പരാതിയായി എത്തി ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ തെളിവായി സമർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മൊഴിയെടുപ്പും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ തെളിവ് ശേഖരണം ആരംഭിച്ചിട്ട്. പക്ഷേ ഇതുവരെയും ഒരു പ്രധാന ചോദ്യമായി അവശേഷിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യമാണ്. നമുക്ക് പാലക്കാട് നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ PAയും MLAയുടെ ഡ്രൈവറും ഒക്കെ പാലക്കാട് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ MLA എവിടെയാണെന്നുള്ള ഒരു കാര്യത്തിൽ ഇതുവരെ കൃത്യമായ ഉത്തരം കേരള പോലീസിനോ അന്വേഷണ സംഘത്തിനോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെൺകുട്ടി പരാതി നൽകി നിമിഷങ്ങൾക്ക് തന്നെ പാലക്കാട് നിന്ന് അപ്രത്യക്ഷനാവുകയാണ്. പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള ഒരു വിവരം ലഭ്യമല്ല. പാലക്കാട് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. മറിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ സംശയം നിഴലിലുണ്ട്. എന്തായാലും അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇനി വരാൻ പോകുന്നത്, മനസ്സിലാക്കിയിടത്തോളം ഈ മൊഴി അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ യുവതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. രാഹുലിനെ സംബന്ധിച്ചാണെന്നെങ്കിൽ MLA ആണ്, ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ നിറഞ്ഞു നിന്ന ഒരാൾ കൂടിയാണ്, ഉന്നത സ്വാധീനമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള രീതിയിൽ പോലീസ് അന്വേഷണം നീങ്ങേണ്ടതല്ലേ? എവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ? പ്രത്യേകിച്ച് പാലക്കാട് തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്നുള്ള സൂചനകളൊക്കെ തന്നെയുമുണ്ട്. പൂജ തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിൽ എടുക്കുന്നത് മാത്രമല്ല, ഈ MLA ആണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ
പവറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് MLA എന്നുള്ള ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി അന്വേഷണ സംഘം കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവർ തെളിവ് ശേഖരിക്കുക തിരുവനന്തപുരത്തെ ഈ പെൺകുട്ടി താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ്. കാരണം ഈ ഫ്ളാറ്റിൽ വെച്ചാണ് പലതവണ തന്നെ ലൈംഗികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബലാത്സംഗം ചെയ്തതെന്നാണ് പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ട തെളിവെടുപ്പ് നടക്കുക. അത് മാത്രമല്ല ഈ ഗർഭചിത്രത്തിന് ശേഷം പെൺകുട്ടി ഡോക്ടറെ കണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറിൽ നിന്നുള്ള മൊഴി കൂടി അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ അറിയാമായിരുന്നു, പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാമായിരുന്നു എന്ന് പറയപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട്. ഈ സുഹൃത്തുക്കളിൽ നിന്ന് കൂടി ഇന്ന് മൊഴിയെടുക്കും. അതുമാത്രമല്ല ഈ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പറയുന്ന ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതിനായി തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഫ്ളാറ്റിൽ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്നുള്ള രജിസ്റ്റർ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇന്ന് ശേഖരിക്കും. അതിനുശേഷമായിരിക്കും പാലക്കാടേക്ക് പോകുക. കാരണം പാലക്കാട് വെച്ചും ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്നുണ്ട് MLAയുടെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ MLA ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു, ഈ പെൺകുട്ടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ആ രീതിയിലാണ് തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ പരിശോധനയൊക്കെ പോകുന്നുണ്ട്. അപ്പോഴും ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട്. അനുകൂലികളുടെയൊക്കെ പല വാദങ്ങളും പൊളിയുകയാണ്. അപ്പോഴും പുതിയ വാദമൊക്കെ രംഗത്ത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാണാനും പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും മൊഴിയുടെ പുതിയ വിവരങ്ങളൊക്കെ ഓരോന്ന് പുറത്തു വരുന്നുണ്ട്. രാഹുൽ എവിടെയാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ബാക്കിയാകുന്നത്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.